പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുകയായിരുന്നുവെന്ന് ടി നന്ദകുമാർ. തൃശൂരിൽ ബിജെപിയെ സഹായിച്ചാൽ കേസ് ഒത്തുതീർക്കാമെന്നായിരുന്നു വാഗ്ദാനമെന്നും ടി നന്ദകുമാർ 24നോട് പറഞ്ഞു. ബിജെപിയിൽ ചേരാൻ ഉറപ്പിച്ച് പി ജയരാജൻ ഡൽഹിയിൽ എത്തിയിരുന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ആരോപണം ആസൂത്രിതം എന്നാണ് പി ജയരാജന്റെ പ്രതികരണം. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർ ആവർത്തിക്കുന്നു. അതായത് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് 3 തവണ എന്നത് അല്പസമയം മുൻപും ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ഇന്നിപ്പോൾ ടി നന്ദകുമാർ കൂടുതലായി പറയുന്നത് ലാവ്ലിൻ കേസിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുവരികയും അത് ഒത്തുതീർക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നത് എന്ന തരത്തിലേക്ക് അതിനെ മാറ്റുകയുമാണോ ചെയ്തത്? തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, ദേശീയ നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടപെടൽ ഉണ്ടായത് എന്നാണ് നന്ദകുമാർ വിശദീകരിച്ചത്. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ ഉണ്ടായത്. അതിൽ പി ജയരാജൻ ഏതെങ്കിലും വിധത്തിൽ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ BJP-യിലേക്ക് ചേരുന്നതിനോ വേണ്ടി ശ്രമിച്ചില്ല. മറിച്ച് ലാവ്ലിൻ കേസ്, ആ കേസുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അത് പരിഹരിക്കപ്പെടും എന്നൊരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ പി ജയരാജനെതിരെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ അത് അടിസ്ഥാനരഹിതമാണെന്നും നന്ദകുമാർ അവകാശപ്പെടുന്നു. നന്ദകുമാർ പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലെ അന്വേഷണ നടപടികൾ അവസാനിപ്പിക്കാം, പകരമായിട്ട് കേരളത്തിൽ ഒരു സീറ്റിൽ BJP-ക്ക് വിജയം ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ കൂടി അറിവോടുകൂടിയാണ് എന്ന് നന്ദകുമാർ വ്യക്തമാക്കുന്നു. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.